അധികാരമേറ്റ ദിവസങ്ങൾക്കുള്ളിൽ ഉറപ്പു നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്. തമിഴ്നാട്ടിൽ വീട്ടമ്മമാർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ പ്രതിമാസ വേതന പദ്ധതിയിൽ ഈ മാസത്തെ വിഹിതം വിജയ സർക്കാർ കൈമാറി. തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ദിവസങ്ങൾക്കുള്ളിൽ വിജയ് കലൈഞ്ചർ മകളർ ഉറുമൈ തുക ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട വനിതകൾക്ക് ആദ്യ ഗഡുവായ 1000 രൂപ രാവിലെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചു. പദ്ധതിയിൽ ചില മാറ്റങ്ങൾ വരുമെന്ന് ഇന്നലെ വിജയ് സർക്കാർ അറിയിച്ചിരുന്നു. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ വാർദ്ധക്യ പെൻഷൻ പദ്ധതിയിലേക്ക് മാറ്റി പ്രതിമാസം 1500 രൂപ നൽകാൻ ആലോചനയുണ്ടെന്നും സൂചന. മുൻ DMK സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ തുക നൽകിയത്. അന്തരിച്ച പാർട്ടി അധികായൻ M കരുണാനിധിയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അർഹരായ കുടുംബങ്ങൾക്ക് വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. കൂടാതെ അവർക്ക് 5 ഏക്കറിൽ താഴെ തണ്ണീർത്തടമോ 10 ഏക്കറിൽ താഴെ വരണ്ട ഭൂമിയോ ഉണ്ടായിരിക്കണം. റേഷൻ കാർഡിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്ന എല്ലാ അംഗങ്ങളെയും ഒരു കുടുംബ യൂണിറ്റായി ഈ പദ്ധതി കണക്കാക്കും. റേഷൻ കാർഡിൽ പേരുള്ള വനിതാ ഗ്രഹനാഥയെ സഹായത്തിന് അർഹതയുള്ള കുടുംബനാഥയായി കണക്കാക്കും. 21 വയസ്സിന് മുകളിലുള്ള ഒന്നിലധികം സ്ത്രീകളുള്ള കുടുംബങ്ങൾക്ക് ഒരു അപേക്ഷകനെ തിരഞ്ഞെടുക്കാം. അവിവാഹിതരായ സ്ത്രീകൾ, വിധവകൾ, കുടുംബനാഥരായിട്ടുള്ള ട്രാൻസ്ജെൻഡർ വ്യക്തികൾ എന്നിവർക്കും ഈ പദ്ധതി പ്രകാരം അപേക്ഷിക്കാൻ അർഹതയുണ്ട്. 2500 രൂപയായിരുന്നു വിജയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം. ഇതോടെ പദ്ധതിക്കായി ചിലവഴിക്കുന്ന പ്രതിവർഷ തുകയുടെ തോത് 14,411 കോടിയിൽ നിന്നും 36,029 കോടിയായി ഉയരും. ഇതിലൂടെ 21,617 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് സംസ്ഥാനത്തിനുണ്ടാവുക. സംസ്ഥാനത്തെ സർക്കാർ ഉദ്യോഗസ്ഥർക്കും അധ്യാപകർക്കുമുള്ള ക്ഷാമബത്ത നിലവിലുള്ള 58% നിന്നും 60% വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവിന് തൊട്ടു പിന്നാലെയാണ് പുതിയത്. വർധനവ് 2026 ജനുവരി 1 മുതൽ മുൻകാല പ്രാബല്യമുണ്ടാകുമെന്നും ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ഏകദേശം 16 ലക്ഷം പേർക്ക് ഗുണകരമാകുന്നതാണ് ഈ ഉത്തരവ്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.